നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റായ ലിസണിങ് സ്കിൽസ് ആൻഡ് ദ മീഡിയ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ലിസണിങ് ടു ദ മീഡിയ എന്തെന്ന് നോക്കാം. Media plays an essential role in shaping our understanding of the world, offering a wide variety of listening experiences that can improve different aspects of communication skills. അപ്പോൾ എന്താണ്? ലോകത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കാനും ലിസണിങ് എക്സ്പീരിയൻസ് കൂട്ടാനും പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും നമ്മൾ എന്ത് സഹായിക്കുന്നു? മീഡിയ സഹായിക്കുന്നു. അടുത്ത പോയിന്റ്, ഇൻ ടുഡേയ്സ് ഡിജിറ്റൽ ഏജ്, ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മീഡിയ ഹാസ് ബിക്കം എ പ്രൈമറി ടൂൾ ഫോർ ലേണിംഗ്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്. മീഡിയ മാധ്യമം എന്തായിട്ട് പ്രവർത്തിക്കുകയാണ്? ഒരു പ്രൈമറി ടൂളായിട്ട്, പ്രാഥമിക ഉപകരണമായിട്ട് പ്രവർത്തിക്കുകയാണ്. പഠനത്തിനും വിനോദത്തിനും പിന്നെ എന്തിനാണ്? നമ്മുടെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാനും. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് മീഡിയ ഫോർ ലിസണിങ് എൻഹാൻസ്മെൻറ്റ്. ഏതൊക്കെ മീഡിയ വഴിയാണ് അല്ലെങ്കിൽ ഏത് തരം മാധ്യമങ്ങൾ വഴിയാണ് നമ്മുടെ ലിസണിങ് എൻഹാൻസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ലിസണിങ് മെച്ചപ്പെടുത്തുന്നത്? ഓക്കെ, പോഡ്കാസ്റ്റ്, ഇംഗ്ലീഷ് സോങ്സ്, ഫിലിംസ് ആൻഡ് ഡോക്യുമെൻ്ററീസ്, ഇംഗ്ലീഷ് റേഡിയോ പ്രോഗ്രാംസ്, ന്യൂസ് ചാനൽസ്, യൂട്യൂബ്, ടെഡ് ടോക്സ്. ഈ ടൈപ്സ് ഓഫ് മീഡിയ വഴിയാണ് നമ്മുടെ ലിസണിങ് എൻഹാൻസ് ചെയ്യുന്നത്, ലിസണിങ് മെച്ചപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യത്തെ പോഡ്കാസ്റ്റ് എന്താണെന്ന് നോക്കാം. പോഡ്കാസ്റ്റ് എന്താണ്? ഓഡിയോ ബേസ്ഡ് കണ്ടൻറ്റ്, അതായത് ഓഡിയോ ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദാറ്റ് കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്, പെർഫെക്റ്റ് ഫോർ പ്രാക്ടീസിങ് ഫോക്കസ്ഡ് ലിസണിങ്. അതായത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്, ഒത്തിരി ടോപ്പിക്സ് കവർ ചെയ്ത് പോകുന്ന ഒരു ഓഡിയോ ബേസ്ഡ് കണ്ടൻറ്റിനെയാണ് പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഓഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ്, അത് ഓഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്ന ഒരു മാധ്യമമാണ് പോഡ്കാസ്റ്റ്. അടുത്ത രണ്ടാമത്തത് ഇംഗ്ലീഷ് സോങ്സ് ആണ്. ഓഫർ ആൻ എൻഗേജിങ് വേ ടു ഇംപ്രൂവ് ലിസണിങ് സ്കിൽസ്. നമ്മുടെ ലിസണിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മാധ്യമമാണ്, മീഡിയ ആണ് എന്ത്? ഇംഗ്ലീഷ് സോങ്സ്. എങ്ങനെയാണ്? ലിറിക്സ് ഹെൽപ്പ് വിത്ത് വൊക്കാബുലറി, പ്രൊനൗൺസിയേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് നാച്ചുറൽ സ്പീച്ച് പാറ്റേൺസ്. അതായത് ഈ ലിറിക്സ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് സോങ്സിൻ്റെ ലിറിക്സിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുന്നു? വൊക്കാബുലറി, പദസമ്പത്ത്, പിന്നെ എന്താണ്? പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം, ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് നാച്ചുറൽ സ്പീച്ച് പാറ്റേൺ. എങ്ങനെയാണ് എന്താണ് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന ശൈലി മനസ്സിലാക്കാനും കഴിയും. അടുത്തത് മൂന്നാമത്തേത് ഫിലിംസ് ആൻഡ് ഡോക്യുമെൻ്ററീസ്. അപ്പോൾ ഇത് നമ്മുടെ എന്ത് ഇമ്പ്രൂവ് ചെയ്യും? നമ്മുടെ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും, ഫിലിംസും ഡോക്യുമെൻ്ററീസും. അടുത്തത് ഇംഗ്ലീഷ് റേഡിയോ പ്രോഗ്രാംസ്, അതായത് റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കോൺവെർസേഷൻ ആയാലും ന്യൂസ് ആയാലും ഇൻ്റർവ്യൂസ് ആയാലും ഇതൊക്കെ എന്തിനു സഹായിക്കും? ഒരു ലേണറെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നു. അടുത്തത് ന്യൂസ് ചാനൽസ്. ന്യൂസ് ചാനൽസും ഇതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്തത് യൂട്യൂബാണ്. യൂട്യൂബ് എങ്ങനെയാണ് നമ്മുടെ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്, പല പല ലാംഗ്വേജസിലുള്ള വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നു. അടുത്ത ടൈപ്പ് ഓഫ് മീഡിയ ഏതാണ്? ടെഡ് ടോക്സ്. അപ്പോൾ ടെഡ് ടോക്സ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒത്തിരി അറിവ് കിട്ടുന്നു. അതുപോലെ എന്താണ്? ഇൻസ്പിറേഷൻ, പ്രചോദനം ലഭിക്കുന്നു. ഓഫറിംഗ് എക്സ്പേർട്ട് സ്പീച്ചസ് ഓൺ വേരിയസ് ടോപ്പിക്സ്. വിവിധ ടോപ്പിക്സിനെ കുറിച്ച് എക്സ്പേർട്ട് സ്പീച്ച്, വിദഗ്ധരായ ആൾക്കാർ എന്ത് നൽകുന്നു? സ്പീച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ്. ഓക്കെ, അതിൽ ഒന്നാമത്തേത് യൂട്യൂബാണ്. യൂട്യൂബ് എല്ലാവർക്കും അറിയാം അല്ലേ, എന്താണ് യൂട്യൂബ്? നമ്മൾ കുറച്ച് നേരത്തെയും ഡിസ്കസ് ചെയ്തു. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ നമുക്ക് ഒരുപാട് വീഡിയോ കണ്ടൻറ്റ്സ്, അതായത് എഡ്യൂക്കേഷണൽ വീഡിയോ ആയാലും മ്യൂസിക് ആയാലും ഒത്തിരി സഹായിക്കുന്നു. എന്തിന്? നമ്മുടെ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നു. അടുത്ത രണ്ടാമത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് വിമിയോ. എന്താണ് വിമിയോ? വിമിയോ എന്ന് പറയുന്നത് സിമിലർ ടു യൂട്യൂബ്, യൂട്യൂബിന് സിമിലർ ആയിട്ടുള്ള, യൂട്യൂബ് പോലെ തന്നെ ഉള്ളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് വിമിയോ. അവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വീഡിയോ കണ്ടൻറ്റ്, ഹൈ ക്വാളിറ്റി വീഡിയോ കണ്ടൻറ്റ്സ് അവൈലബിൾ ആണ്. ടെഡ് ടോക്സ് പോലെ മറ്റൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് NPTEL, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. അപ്പോൾ NPTEL എന്ന് വെച്ചാൽ എന്താണ്? NPTEL എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ഇന്ത്യൻ പ്ലാറ്റ്ഫോമാണ്. ദാറ്റ് പ്രൊവൈഡ്സ് ഫ്രീ ഓൺലൈൻ കോഴ്സസ്. നമുക്ക് ഫ്രീ ആയിട്ട് ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈമർലി ഇൻ ദ ഫീൽഡ്സ് ഓഫ് എഞ്ചിനീയറിംഗ്, സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലും പിന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലും ഒക്കെ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഓൺലൈൻ കോഴ്സസ്, ഫ്രീ ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നാഷണൽ പ്രോഗ്രാമിൻ്റെ പേരാണ് NPTEL.
മെനി കോഴ്സസ് ആർ അവൈലബിൾ ഇൻ ഇംഗ്ലീഷിൽ തന്നെ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഇവിടെ MPTL അവൈലബിൾ ആണ്. ഓഫറിംഗ് ലേണേഴ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ദെയർ ലിസണിങ് സ്കിൽസ്. ഇത് ലേണേഴ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം നൽകുന്നു. എന്തിനാണ് അവസരം നൽകുന്നത്? ഇംഗ്ലീഷ് വളരെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം നൽകുന്നു. അടുത്ത MPTL പ്രൊവൈഡ്സ് ലെക്ചർ വീഡിയോസ്. MPTL എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ലെക്ചർ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിച്ച് ക്യാൻ ഓൾസോ ബി ആക്സസ്ഡ് വിത്ത് സബ് ടൈറ്റിൽസ്. നമുക്ക് എന്ത് ചെയ്യാം? ആ സബ് ടൈറ്റിൽസ് വെച്ച് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാം. അടുത്ത അഞ്ചാമത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായിട്ട് ഇവിടെ പറയുന്നത് സബ് ടൈറ്റിൽഡ് വീഡിയോസ് ആണ്. എന്താണെന്ന് നോക്കാം. സബ് ടൈറ്റിൽസ് ആർ എ ഹെൽപ്ഫുൾ ടൂൾ ഫോർ ഇംപ്രൂവിങ് ലിസണിങ് സ്കിൽസ്. നമ്മുടെ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെ പ്രയോജനം അല്ലെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു രീതിയാണ് സബ് ടൈറ്റിൽസ് കൊടുക്കുന്നത്. അതായത് നമുക്കറിയാത്ത ഒരു ഭാഷയാണെങ്കിൽ അതിൻ്റെ താഴെ അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ എഴുതി കാണിച്ചാൽ നമുക്ക് കണ്ടൻറ്റ് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് സബ് ടൈറ്റിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈ വാച്ചിങ് വീഡിയോസ് വിത്ത് സബ് ടൈറ്റിൽസ്, നമ്മൾ സബ് ടൈറ്റിൽസോട് കൂടി ഒരു വീഡിയോ കാണുന്ന സമയത്ത് ലേണേഴ്സ് ക്യാൻ കോറിലേറ്റ് ദ സ്പോക്കൺ വേർഡ് വിത്ത് ദ റിട്ടൺ ടെക്സ്റ്റ്. നമ്മുടെ റിട്ടൺ ടെക്സ്റ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ലേണേഴ്സിന് താഴെ എഴുതി കാണിക്കുന്ന വേർഡ്സ് ഉപയോഗിച്ച് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. എന്ത്? ആ കണ്ടൻറ്റ് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അടുത്ത് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഫയൽസ് ട്രാൻസ്ഫർ ആൻഡ് സ്റ്റോറേജ്. എന്താണെന്ന് നോക്കാം. ഓഡിയോ ഫയൽസ് ആർ ആൻ എസെൻഷ്യൽ മീഡിയം ഫോർ ഇംപ്രൂവിങ് ലിസണിങ് സ്കിൽസ്. നമ്മുടെ ലിസണിങ് സ്കിൽസ് മെച്ചപ്പെടുത്താൻ വേണ്ടി വളരെ എസെൻഷ്യലായിട്ടുള്ള ഒരു മീഡിയമാണ് ഓഡിയോ ഫയൽസ്. ലേണേഴ്സ് ക്യാൻ ഡൗൺലോഡ് ആൻഡ് സ്റ്റോർ ഓഡിയോ റെക്കോർഡിങ്സ്, പോഡ്കാസ്റ്റ് ആൻഡ് ലെക്ചേഴ്സ് ഫോർ ഓഫ്ലൈൻ ലിസണിങ്. നമുക്ക് ഓഫ്ലൈനായിട്ട് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ലേണേഴ്സിന് റെക്കോർഡിങ്സ്, ഓഡിയോ റെക്കോർഡിങ്സും പോഡ്കാസ്റ്റും ലെക്ചേഴ്സും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ഓഡിയോ ഫയൽ ഫോർമാറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതേതൊക്കെയാണ്? MP3, WAV വേവ് ഫോം ഓഡിയോ ഫയൽ ഫോർമാറ്റ്, AAC അഡ്വാൻസ്ഡ് ഓഡിയോ കോഡിംഗ്. ഇവയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഡിയോ ഫയൽ ഫോർമാറ്റ്സ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.